ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ഗ്യാപ്പായി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ച കുറച്ചെന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിന്. പിന്നെ കുറച്ച് മടിയും വീഡിയോ എടുക്കാനുള്ള ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മടിയെല്ലാം ഉണ്ടാവുമല്ലോ, അങ്ങനെയെല്ലാം ആയിട്ട് ഡിലേ ആയതാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ 8 മണിയാണ് സമയം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് വീട്ടിലെല്ലാം പോയിട്ടുണ്ടായിന്. അതിൻ്റെ ക്ലിപ്സ് എല്ലാം ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അതൊക്കെ ഒന്ന് കണ്ടിച്ചു വാട്ടാ. അപ്പോൾ നമ്മളൊക്കെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോഴേക്കൊന്ന് റെഡി ആവട്ടെ. നമ്മൾ റെഡി ആവട്ടെ പറ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് എവിടെയാ പോകുന്ന നിച്ചുട്ടി? നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവുമെന്നേ. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് പറയാം. കാങ്കോലമ്മേന്റെ അടുത്ത് പോവുമെന്ന്. അപ്പൊ ഇന്ന് രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നിച്ചുട്ടിക്ക് അംഗനവാടി ലീവാന്നല്ലേ ഇന്ന്? സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നാളെ എന്നാ? സൺഡേ ഹോളിഡേ. അപ്പൊ നമുക്ക് ഇറങ്ങാം. ലെറ്റ്സ് ഗോ. ടാറ്റാ. പൂമ്പാറ്റ പോവാ. അച്ഛ വരും. ബാമേ പോവാ. നിച്ചു കേറ്, നടക്ക്. നമ്മള് കൊറേ നാളായി പോവാൻ ഇറങ്ങുന്നല്ലോ അമ്മേ. എത്ര നാളായി അറിയാ? അന്നേ ഇറങ്ങും. അപ്പൊ ഓരോരോ കാരണം കൊണ്ട് ഇങ്ങനെ വൈകി പിന്നെ എനിക്ക് വയ്യാണ്ടുണ്ടായത്, പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ട്, അതെല്ലാം കൊണ്ട് നീണ്ടു പോയതാണ്. കുറെ നാളായി പോവാത്ത. അപ്പൊ എന്റെ അമ്മേന്റെ അമ്മയും അച്ഛന്റെ അമ്മയും അമ്മേന്റെ അച്ഛനും എല്ലാരും ഒന്ന് കണ്ടിച്ചു വരാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഏതായാലും അച്ഛനും അമ്മയും കൂടി ഉണ്ട് നമ്മളിവിടെ. അപ്പൊ എല്ലാരും കൂടെ പോയിട്ട് വരുന്നല്ലേ പറഞ്ഞ. നിച്ചുട്ടിക്കും കാണണം അല്ലേ? അച്ഛൻ ഇപ്പൊ വരും കേട്ടോ, വാതില് കൂട്ടിയിട്ട് അല്ലേ? അമ്മമ്മമാർക്കും അച്ഛനും എല്ലാം നല്ല പ്രായമുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 3rd ട്രൈമസ്റ്ററിലാകുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കില്ലേ പോകാൻ. അപ്പോൾ കുറച്ചൊന്ന് കഴിയുന്ന സമയത്ത് പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുവാന്നേ. പിന്നെ അച്ഛനും അമ്മയും കുറേ ആയി പറയുന്നു അവരെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി. അങ്ങനെ നേരെ നമ്മൾ കാങ്കോലേക്കാണ് പോയത്, അമ്മേൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ആൻറ്റിയും വല്യമ്മയും ഇളയപ്പനും എല്ലാവരും വന്നിട്ടുണ്ടായിനെ. അപ്പോൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് കുറേ നേരം അമ്മമ്മേൻ്റെ അച്ഛൻ്റെയും കൂടി ഇരുന്നു കേട്ടോ. കുറേ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ. പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി. നമ്മൾ 10 മണിയെല്ലാം ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് ഒരു 12 മണി ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. നല്ലോണം ബ്ലോക്കും തിരക്കെല്ലാം ആയിട്ട്. അപ്പം അവിടുന്ന് ചായയെല്ലാം കുടിച്ച് ഇറങ്ങി നേരെ പിന്നെ കോറത്തേക്കാണ് പോയത്, അതായത് എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട്ടിൻ്റെ ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് അപ്പുറത്ത് തന്നെയാണ് അച്ഛൻ്റെ തറവാടുള്ളത്. അവിടുന്ന് അമ്മമ്മേനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയേ. നേരെ പോയിട്ട് അമ്മമ്മേൻ്റെ അടുത്തേക്ക് കാങ്കോല് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ജസ്റ്റ് അമ്മമ്മേനെയും കണ്ട് വരുന്ന വഴിക്ക് അച്ഛൻ്റെ അമ്മേനെയും കണ്ട്. അവരെല്ലാം പിന്നെ പ്രായമായിട്ട് അമ്മമ്മയെല്ലാം കിടക്കുവന്നു. പിന്നെ കാങ്കോല അമ്മമ്മക്കായാലും അതെ, നടുവേദനയും ഇതെല്ലാം ആയിട്ട് സുഖമില്ല. അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അകത്ത് കിടക്കുക തന്നെ ചെയ്യുന്നുണ്ടായേ. വീഡിയോ കാണിച്ചിട്ട് ഇപ്പം നേരെ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒന്നായി ചുട്ടി മേലെ കയറിയിട്ട് വാ, ഇറങ്ങ്. ഇവിടെ എന്തമ്മയുണ്ട്, അച്ഛൻ വരുന്നതേ ഉള്ളൂ. അച്ഛൻ ഷോപ്പൊന്ന് വരുന്നത്രേ. നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണല്ലേ ചോ ചൂട്ടാ? അല്ല, അത് മധുര ചീര വന്നാ. അതാണ് മധുര ചീര. അതന്നെ മധുര ചീര. അതിന്റെ കുരു അത് വറവാക്കണ്ടേന്ന് മോളെ. ആ കായല്ല, അത് അതിന്റെ കായാണ്. ഇത് ചെടി വറവാക്കുന്നത്. ഇതാണ് മധുര ചീരന്റെ കായ്. ഉണ്ടോ നോക്കട്ടെ. ഇതാണ് മൊട്ടാമ്പിളി. കാണിച്ച് മൊട്ടാമ്പിളി എന്നാ നമ്മളെ നാട്ടിൽ പറയല്ലേ. ഇതാ സാധനം. അത് തിന്നണ്ട തന്നെ. കടിച്ചു നോക്ക്. അത് പിന്നെ അതിന്റെ തലയിൽ എത്താന്നല്ല താഴെ ഇടല്. കടിച്ചു നോക്ക്. നല്ല പഴുത്തതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ മൊട്ടാമ്പിളി. പണ്ട് നമ്മൾ സ്ഥിരം തിന്നുന്നതാണ്. വേണ്ട മോള് ഇതുവരെ തിന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ആദ്യമായിട്ട് തിന്നുന്നോണ്ട് അധികം തിന്നണ്ട കേട്ടാ. മതി വാ, നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാലോ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഈ ചാമ്പക്ക മരം പണ്ടേ ഇല്ലതാണേ. പണ്ട് നിറച്ചും പിടിക്കലുണ്ട്. പക്ഷെ ഇതാ ഇപ്പം
ഇത് താഴെ വീണിട്ടുണ്ടാ കഴിഞ്ഞു തോന്നി. ഇപ്രാവശ്യം കുറച്ചേ പിടിച്ചിട്ട് പോലും. അത് 2-3 അതൊന്നും മോളെ താഴെ വീണിട്ട് മോശമായിപ്പോയി. അതാ കണ്ടാ മേലെ ഒന്നുമില്ല. എന്താണ് എൻ്റെ മോളെ ഫേവറേറ്റ് സാധനമാണ്. പക്ഷെ മേലെ ഒന്നുമില്ല. ഇടിഞ്ചക്ക ഉണ്ട്. ഇടുന്നാന്ന് അച്ഛൻ പറിച്ചിട്ട് അന്ന് കൊടുത്തയച്ച ഏച്ചീൻ്റെ കയ്യിൽ ഇടിഞ്ചക്ക. അത് പോകുമ്പോൾ എടുക്കാം. ഇടിഞ്ചക്ക കാണുമ്പോൾ തിന്നാൻ കൊതിയാവുന്നു. അച്ഛനും മോളും കൂടെ പാല് മേടിക്കാൻ പോയിട്ട് വരുന്നുണ്ടേ. അല്ലല്ല മൊട്ടാമ്പളി. അമ്മമ്മയല്ലല്ലോ, അമ്മമ്മ കണ്ടിട്ടില്ല. ആടുന്നാ മോളേതാ? വീട്ടിൽ നമ്മൾ വൈകുന്നേരം വരെ ഉണ്ടായിനെ. കുറേ നേരം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് ചായയെല്ലാം കുടിച്ച്. അപ്പോഴേക്കും അച്ഛൻ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുപോകാനുള്ള ചക്ക ഇടിച്ചക്കൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അതെല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് വിട്ടു. വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ കേക്ക് അച്ഛനെ ഞാൻ കാണിച്ചതേ. നിച്ചു എന്നാ പണിയെടുക്കുന്നേ? ആർക്കാ ആക്കുന്നേ? നിച്ചുവിന് വേണ്ടിട്ടാ? പിസ്ത കേക്കാ? പിസ്ത കേക്കാ? പച്ച കേക്ക് തന്നെ പിസ്ത കേക്ക്. ചോക്ലേറ്റ് ഇടുന്നുണ്ടോ? ആരാ ആക്കുന്ന? വലിയ നിച്ചുവാ? വലിയ നിച്ചു സഹായിക്കുന്നുണ്ടോ? എങ്ങനെ സഹായിക്കുന്ന? ആയോടാ നിച്ചുവിന് തണുപ്പ് പിടിച്ചോണ്ട് ചൂടുള്ള കേക്കാ തരുന്നെ. ഫ്രിഡ്ജിൽ വെക്കാത്ത കേട്ടാ. ആ എന്നിട്ട് തക്കോട് വിശേഷം എറണാകുളത്തെല്ലാം ചൂടെല്ലാം ഉണ്ടാ? നല്ല ചൂടാണ്. രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വരുന്നോണ്ട് അത്ര ചൂടറിയില്ല. നമ്മളെ എടുത്തത്ര ഉണ്ടാവും. എങ്ങനെ കളുണ്ടാവും? ഉണ്ടാവും. മോളായതുകൊണ്ട് ഇതിനേക്കാളും ഉണ്ടാവും. പക്ഷെ അറിയുന്നില്ല നമ്മളതാ പ്രശ്നം. അത്ര ചൂടന്നെ. ഇതിങ്ങനെ ഇങ്ങനെ അടിക്കണം. നിച്ചുവിനെ പോലെ കുരുത്തക്കേട് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അടിച്ച് ചപ്പാത്തി ആക്കണം അത് കേട്ടാ. വേഗം ആക്കറോ? ഇതാ ഇതിനകത്തുണ്ട്. എന്തുണ്ടാക്കി കേട്ടാ വിശേഷം? മുട്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉണ്ടായിരുന്നല്ലോ. അത് ഷേവ് ചെയ്തല്ലേ, വളർന്നിട്ടില്ല. ട്രിം ചെയ്തതാ. നമ്മളെ ഗാർഡനെല്ലാം എങ്ങനെയുണ്ട്? ആയിട്ടില്ല, അതൊന്നും ആക്കിയിട്ടില്ല. ജസ്റ്റ് ഇതാ വെച്ചതേ ഉള്ളൂ. ബാക്കിയൊന്നും ആക്കിയിട്ടില്ല. പക്ഷെ അല്ല ഇപ്പത്തെ സൈഡേ ആക്കിയിട്ടില്ലോ. അപ്പുറത്തെ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. മണ്ണ് കുറച്ച് നിരപ്പാക്കാനുണ്ട്. ഈ സൈഡ് മാത്രം. പിന്നെ അവിടെ സ്ലോപ്പ് നമുക്ക് എന്തായാലും വേണല്ലോ വെള്ളം പോവാൻ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കി വെച്ചതാ. പക്ഷെ നമ്മളെ ഓവർ വെയിലായിട്ട് വല്ലാണ്ട് വാടിപ്പോന്നു ചെടി, നിക്കുന്നില്ല. പറഞ്ഞില്ലേ, പക്ഷെ മുറിച്ചു പോയില്ലേ. ആയിരിക്കും വേഗം വാടിപ്പോന്നു ചെടി. അതുകൊണ്ട് പൂ വിരിഞ്ഞാല്. ഇപ്പോൾ തക്കടും ഏട്ടനും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലായാലും വൈകുന്നേരത്തെ ചായ കൂടി ആയാലും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാവുക മിക്കവാറും. അങ്ങനെ മാക്സിമം ശ്രമിക്കലുണ്ട്. അത്ര പോലെ സമയമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം ആകുന്ന സമയം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ ഏട്ടനവിടെ കമ്പോസ്റ്റ് ആക്കാനുള്ള പരിപാടി നോക്കുമെന്ന്. ഒരു ബക്കറ്റ് ഫുൾ ആക്കിയിട്ടുണ്ട്. അതിനൊന്ന് അറിഞ്ഞ് അടുത്ത ബക്കറ്റിലേക്ക് സെറ്റ് ആക്കുമെന്ന്. അപ്പോൾ തക്കോട് കേക്ക് ഉണ്ടാക്കിയത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിച്ചുട്ടിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ കപക്കെട്ടലായതുകൊണ്ട് നമുക്ക് ക്രീമൊന്നുള്ള കേക്ക് വാങ്ങി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, ഈ സമയം കഴിച്ചുകൂടല്ലോ. അപ്പോൾ പറഞ്ഞു എന്നാൽ ഇവിടുന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു തട്ടിക്കൂട്ട് കേക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഏതായാലും ചായ ടൈമോ ആണെന്നല്ല. അപ്പോൾ ഏട്ടൻ്റെ കമ്പോസ്റ്റ് പരിപാടികളെല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ചായ കൂടിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് നടന്നു. അപ്പൊ ഞാൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അമ്മ റെഡി ആയിട്ട് കാണാം. നിച്ചൂട്ടി പറഞ്ഞ പോലെ തന്നെ അമ്മ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാനും വേഗം ഒന്ന് റെഡിയായി. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുള്ള ഒരു റെഡി ആവലാണ്. അപ്പോഴേക്ക് ഏട്ടനും അമ്മയും എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട് ഓരോരാളായിട്ട്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, രാവിലെ തന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള സ്ഥിതിക്ക് അമ്മ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാം, വേറെ എവിടെയും അധികം പോകാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു.
മേഘ നിച്ചുവിന്റെ പുതിയ ഉടുപ്പാ ആരാ വാങ്ങി തന്നെ പറ അച്ഛൻ സർപ്രൈസ് ആയിട്ട് വാങ്ങി തന്നെ അടിപൊളിയല്ലേ നിച്ചോട് പറയാണ്ട് വാങ്ങി തന്നെ അടിപൊളി അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി എപ്പോഴും മസാല ദോശയാണ് കേട്ടോ ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഹോട്ടലിലെത്തിയാൽ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ മസാല ദോശക്ക് പക്ഷേ ഇപ്രാവശ്യം ഷെഫ് മാറിയെന്നോ സംശയമുണ്ട് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിന് അപ്പം എല്ലാവരും അതതാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോൾ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞു നമ്മുടെ മൈൽസ്റ്റോണിൽ ക്ലാസ്സെല്ലാം കാണുന്ന ഒരു പയ്യനായിരുന്നു പിന്നെ 2 പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ദൂരത്ത് തന്നെ കണ്ടിട്ട് ഹായ് എന്നെല്ലാം ആക്കിയിട്ട് പറഞ്ഞു ചിലവർക്ക് അടുത്ത് വരാൻ ഭയങ്കര മടിയാണ് എന്തോ നാണക്കേടായിട്ടാൻ പറ്റാന്ന് തോന്നുന്നു പക്ഷെ നിങ്ങൾ കണ്ട അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് കാണുമ്പോൾ എന്തായാലും വന്ന് സംസാരിക്കണേ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നു ഒരു ഷോർട്ട് ട്രിപ്പ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെ ഒന്ന് പുറത്ത് പോയി ഒന്ന് എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെയും പോകാൻ പറ്റിയിട്ടേ ഇപ്രാവശ്യം അതുകൊണ്ട് അവർക്ക് ഇന്ന് പോവും വേണേ 3 ദിവസം ഉണ്ടായിരുന്നു വന്നിട്ട് പക്ഷെ ചടപടാന്ന് വന്നിട്ട് തീർന്നു പോയി അത് അറിഞ്ഞിട്ടേ ഇല്ല അപ്പോൾ രാത്രി പോകണം അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും പോകണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇനിയിപ്പം ഡ്രസ്സെല്ലാം മാറ്റി വെക്കട്ടെ എൻ്റെ നെയിൽ പോളിഷ് ഇതാ ഈ ഉടുപ്പിന് ഭയങ്കര മെച്ച് തക്കുടുവിൻ്റെ നെയിൽ പോളിഷാണ് ഇതാ ഇങ്ങനെ ഇട്ടപ്പോൾ ഈ ഉടുപ്പിന് ഭയങ്കര മാച്ചായിപ്പോയി ഇനി വേഗം ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റട്ടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു റീല് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കൊളാബറേഷന് വന്ന ഒരു ഡ്രസ്സാണ് മംസി കിഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നുള്ളതാണ് കേട്ടോ നല്ല ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇടാൻ പറ്റിയ നല്ല കംഫർട്ടാണ് ഫാബ്രിക് ആയാലും എല്ലാം പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സിബൊക്കെ കൊടുത്തിട്ടുണ്ട് നിച്ചുട്ടീനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് ചില സമയത്ത് അടങ്ങി നിൽക്കുവേ അച്ഛൻ്റെ ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് അടങ്ങി ചില സമയത്ത് ഇങ്ങനെ ഫുൾ ഓടി നടക്കലായിരിക്കും ഇപ്പോൾ പിന്നെ അഗിയേട്ടനും കൂടി ഉള്ളത് കൊണ്ട് ഏട്ടനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവന്നു അപ്പം ഫുള്ള് ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് അങ്ങനെയെല്ലാം ആയിട്ട് കുറേ സമയം എടുത്തു അതൊന്ന് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ നിച്ചൂട്ടി കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നിച്ചൂട്ടിൻ്റെ ഫുഡെല്ലാം കണക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നാൽ കുറച്ച് കഴിക്കുമല്ലോ എന്ന് വെച്ചു രാവിലെ പോയിട്ട് നല്ല ഉണ്ടായിരുന്നല്ലോ അമ്മ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അമ്മേന്റെ പ്ലാനാണ് അമ്മ പിന്നെ അത് ഞാൻ പിന്നെ പറയാൻ എന്താ വെച്ചാൽ നിച്ചുവിന് കഫക്കെട്ടലുള്ളതുകൊണ്ട് തണുപ്പടിച്ച് അധികാവണ്ടെന്ന് വെച്ചിട്ട് അതന്നെ തക്കുടൂര് പേന പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിച്ചൂട്ടിനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ അതാ ചീകിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് പേന ഉണ്ടാവും കേട്ടോ എന്തായാലും മുടിയിൽ ഇങ്ങനെ കെട്ടി വെച്ച് അംഗനവാടിയിലെല്ലാം പോകുന്ന കുട്ടികളുടെ തലയിൽ സാധാരണ ഉണ്ടാവലുണ്ടല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പേന വരലുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടും ഇങ്ങനെ ചീകി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചീകിയാൽ പോയിക്കോളും ഈ ഒരു കോംബ് ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അത് ഞാൻ വേണമെങ്കിൽ ലിങ്ക് തരാം ചോദിച്ചാൽ മതി ഫുഡ് കഴിക്കേണ്ട സമയമായേ അമ്മേൻ്റെ സ്പെഷ്യൽ മോര് കറിയുണ്ട് പിന്നെ കൊത്തവര വറവുണ്ട് ഇതും അമ്മേൻ്റെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ട് അയ്യോ പിന്നെ ഇത് ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ കുറച്ച് നീരാണ് കുറച്ച് കഷ്ണം കുറച്ച് പീസ് നീരുമുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ 3 ദിവസം പോയത് അറിഞ്ഞിട്ടില്ലേ ഇതിപ്പോൾ വൈകുന്നേരമായി 6 മണി കഴിഞ്ഞു ഇപ്പം രാത്രി 10 മണിയാകുമ്പം അവർക്ക് പോകാനും ആയിട്ട് ചടപടാന്ന് പറഞ്ഞിട്ട് ദിവസം നീങ്ങിപ്പോയിട്ടുണ്ട് നമ്മളിവിടെ കാട്ടിലപ്പള്ളിയിൽ ഉത്സവമാണ് പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭയങ്കര ആളും പൊടിയും എല്ലാം ആയിരിക്കും അപ്പം എനിക്ക് അലർജീൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു സങ്കടമുണ്ട് നമ്മളെ നാട്ടിലത്തെ വലിയ ഉത്സവമാണ് അത് അപ്പോൾ അവർ രണ്ടാളും കൂടെ പോയിട്ടുണ്ട് ഇപ്പൊ വരുമായിരിക്കും എന്നിട്ട് പിന്നെ റെഡി ആയിട്ട് പിന്നെ പോകേണ്ട സമയമായി നിച്ചുട്ടി എന്തിന്റെ വിശേഷം നിച്ചുട്ടിന്റെ വാവയിൽ എന്നാ പറയുന്നേ വാവ അനങ്ങാൻ തുടങ്ങിയാ നിച്ചുവിന് അനക്കം കിട്ടുന്നുണ്ടാ കിട്ടിയാ വാവ അനങ്ങാൻ തുടങ്ങിയാന്നല്ല എല്ലാരും ചോദിക്കലുണ്ട് വാവ അനങ്ങാനെല്ലാം തുടങ്ങി നല്ലോണം മൂവ്മെന്റ്സ് എല്ലാം കിട്ടാൻ തുടങ്ങി നിച്ചുട്ടി ഇങ്ങനെ കൈവച്ച് നോക്കും അല്ലേ അപ്പൊ നിച്ചുട്ടിന്റെ വാവ എങ്ങനെ അനങ്ങുവാ വൃത്തി കാണും അല്ലേ എങ്ങനെ അനങ്ങും അപ്പം ഗുഡു ഗുഡു എങ്ങനെ
കരിനാലുണ്ടാവും ചിലപ്പോ. കരയുന്ന പോലെയാ? നിച്ചു വർത്താനം പറയലുണ്ടോ ഭാവിയോട്? എങ്ങനെയാ പറയോ? പാവേന്നല്ല വിളിക്കും ചിലപ്പോ. അതെയാ? അപ്പൊ ആദ്യം നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്തെല്ലാം കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിനെ. നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസിന്റെ സമയത്ത് നമുക്ക് ഫസ്റ്റ് കുട്ടീനോട് എന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും, അറ്റാച്ച്മെന്റ് തോന്നും, ഭയങ്കര സ്നേഹം തോന്നും എന്നുള്ള കാര്യം സത്യമാണ്. എന്താണെന്നറിയില്ല, നമുക്ക് ഫസ്റ്റ് ബേബിനോട് എന്തോ ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഒരു ചില സമയത്തുള്ള സങ്കടമായിരിക്കും. എന്ന് വെച്ചാൽ അവര് വലുതാവാൻ പോലെ, അവര് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയ പോലെയാണ് നമുക്ക് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യുന്നത്. വാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. സ്വഭാവത്തിലായാലും എല്ലാം അവരുടെ ബിഹേവിയറും എല്ലാം മെച്ചുവേർഡ് ആയിട്ടായിരിക്കും. ഇപ്പൊ തന്നെ നീച്ചൂട്ടിന് ഓരോ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് മെച്യൂരിറ്റി കൂടിയ പോലെ. ഒരു ചേച്ചി എന്നെല്ലാം പറഞ്ഞിട്ട് പറയുമ്പോൾ ശരിക്കും അത് സങ്കടമാണ്, സന്തോഷമാണ്, സത്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, എപ്പോഴും ഉള്ള സ്നേഹനല്ലേ, പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് കൂടേണ്ടതെന്നെല്ലാം. പക്ഷെ അങ്ങനെയല്ല, സത്യമാണ് കേട്ടോ പറഞ്ഞത്. എന്നാടാ കേട്ടിനാ? എന്താ വാവ ഹെൽത്തി ആവാ, എല്ലാരും പ്രാർത്ഥിക്കണേ. ഹെൽത്തി വാവനെ കിട്ടാനാ? എന്ത് നിച്ചു ചേച്ചിന്ന് വിളിക്കണം? എങ്ങനെ വിളിക്കണ്ടേ? പിന്നെ നിച്ചൂട്ടിന്റെ വിശേഷം ചോദിക്കുന്ന, നിച്ചൂട്ടിനെ സ്കൂളിൽ ചേർക്കുന്നില്ലേ, ചേർത്തോ, ഏത് സ്കൂളിലാന്നെല്ലാം കുറേ ആള് ചോദിക്കുന്നുണ്ട്. നിച്ചൂട്ടിനെ സ്കൂളിൽ ചേർത്തിട്ടില്ല, ഇക്കൊല്ലം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ജൂണിലാകുമ്പോഴേക്ക് LKG ചേർക്കും. ഏത് സ്കൂളിലാന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ ചേർക്കുന്നത്, അമ്മേന്റെ സ്കൂളില്. എവിടെടാ? അരോളിയാ? അമ്മ പഠിപ്പിച്ച സ്കൂളിലാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയമാകുമ്പോൾ പോയിട്ട് എടുത്താൽ മതി. മുന്നേ പോയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂൾ, എനക്കായാലും ഏട്ടനായാലും എല്ലാം അടുത്തുള്ള സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. കുഞ്ഞുമക്കളെ ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ, ഇത്രയും കുറേ ദൂരം 1 മണിക്കൂറെല്ലാം ബസ്സിൽ രാവിലെ 8 മണിക്ക് കയറ്റി വിട്ട് അങ്ങനെ തീരെ താല്പര്യമില്ല. ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ പഠിപ്പിക്കുക ചെറിയ പ്രായത്തിൽ എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. നിച്ചു ഒന്നും കൂടെ അത് ആയിട്ടില്ല, ഒന്നും കൂടെ ഫുള്ള് വന്നിട്ട്. അങ്ങനെ തകടുമായിട്ടും കാട്ടിലെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ നിച്ചുട്ടിക്ക് ഒരു പീപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതിൻ്റെ ബഹളമാണ് കാണുന്നത്. ഇനി നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർക്ക് പോകേണ്ട സമയമായി. അച്ഛനും ഏട്ടനും കൂടെ പഞ്ചായത്ത് കൊണ്ടുവിടുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് 2-3 ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.